Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is equal to 1 mod x less than 1 0 otherwise and hence show that 0 to infinity sin omega by omega d omega is equal to pi by 2. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടതാണ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ ഇൻവേർഷൻ ഫോർമുല എഴുതി രണ്ടാമത്തെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ആണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. എഫ് ഓഫ് എക്സ് അതിന് ശേഷം അതിന്റെ ഫോർമുല എഴുതുക. ഫോർമുല എന്താണ്? 1/√2π minus infinity to plus infinity f of x e raised to minus isx dx. ഫോർമുല വ്യക്തമായിട്ട് എഴുതുക. ഫോർമുല എഴുതുമ്പോൾ 1/√2π ഇന്റഗ്രേഷന്റെ പുറത്ത് 1/√2π ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് isx dx. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്താ ചെയ്യേണ്ടത്? ദിസ് ഈസ് ഈക്വൽ ടു 1/√2π. ഇവിടെ ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഫംഗ്ഷൻ ഗിവൺ ഇൻ ക്ലാസ് f of x is equal to given f of x is equal to 1 for mod x less than 1. mod x less than 1 എന്ന് പറഞ്ഞാൽ എന്താണ്? x less than minus x less than 1 and x less than എന്ന് പറഞ്ഞാൽ എന്താണ്? x greater than minus 1, x less than 1. Therefore x lies between plus 1 and minus 1. Therefore ഇവിടുത്തെ ലിമിറ്റ് x ന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോവർ ലിമിറ്റ് -1 അപ്പർ ലിമിറ്റ് +1 ആയിരിക്കും. കാരണം എന്താണ്? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ 1 ഫോർ മോഡ് x ലെസ് ദാൻ 1. മോഡ് x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. അതുപോലെ എക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. മൈനസ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ -1 ഗുണിച്ച് ഈക്വൽ റിവേഴ്സ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ -1. അപ്പോൾ എക്സ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ നമ്മൾ ഇവിടെ ലിമിറ്റ് എന്ത് എഴുതണം? -1 ടു +1. ഈ ഫംഗ്ഷൻ എന്താണ്? f of x എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into e raised to minus isx dx. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് 1/√2π ഇന്റഗ്രൽ -1 to +1 e raised to minus isx എങ്ങനെ എഴുതാം? cos sx minus I sin sx എഴുതാം. ഓയിലേഴ്സ് ഫോർമുല ഉപയോഗിച്ച് cos sx minus I sin sx dx. This is equal to നമ്മൾ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1/√2π ഇന്റഗ്രൽ -1 to +1 cos sx dx minus I into -1 to +1 sin sx dx. നമ്മൾ രണ്ടായിട്ട് തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1/√2π. ഇവിടെ cos sx എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആൻഡ് വി ക്യാൻ അപ്ലൈ ദി പ്രോപ്പർട്ടി ഓഫ് ഈവൻ ഫംഗ്ഷൻ 2 times 0 to 1 cos sx dx. രണ്ടാമത്തെ കേസിൽ sin sx ഒരു ഈവൻ ഓഡ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ലോവർ ലിമിറ്റ് -1 അപ്പർ ലിമിറ്റ് +1 ആയതുകൊണ്ട് ഇവിടെ ഡയറക്റ്റ്ലി ഈ 2 റൂട്ടും വെട്ടിക്കഴിയുമ്പോൾ √2π നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos sx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin sx by s. ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ്. അപ്പോൾ √2π ഇവിടെ x ന് ഒരു 1 കൊടുക്കുമ്പോൾ sin s by s. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ആൻസർ എന്താണ് കിട്ടിയത്? ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ആൻസർ √2π sin s by s. ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ കിട്ടി. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ആൻസർ കിട്ടി. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ആൻസർ കിട്ടാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതി. എന്താണ് ഫോർമുല? 1/√2π ഇന്റഗ്രൽ -∞ to +∞ f of x e raised to minus isx dx. ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? mod x ലെസ് ദാൻ 1 ലെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ് എന്ന് പറഞ്ഞാൽ x ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. -1 നും +1 ഇടയ്ക്ക് ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. f of x ന് 1 കൊടുത്തു, ലോവർ ലിമിറ്റ് -1 കൊടുത്തു, അപ്പർ ലിമിറ്റ് +1 കൊടുത്തു. e raised to minus isx നെ നമ്മൾ എന്ത് ചെയ്തു? ഓയിലേഴ്സ് ഫോർമുല ഉപയോഗിച്ച് കോസിന്റെയും സൈനിന്റെയും ടേമിലോട്ട് കൺവെർട്ട് ചെയ്തു. അപ്പോൾ cos x
എസ് എക്സ് മൈനസ് ഐ സൈൻ എസ് എക്സ് എന്ന് കിട്ടി. ഇനി അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ കോസ് എസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്, സൈൻ എസ് എക്സ് എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആണ്. കോസ് എസ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന് 2 times 0 to 1 കോസ് എസ് എക്സ് ഡി എക്സ് എഴുതാം. രണ്ടാമത്തെ കേസിൽ സൈൻ എസ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണ്, അത് 0 ആയിട്ട്. അപ്പൊ ആദ്യത്തെ കേസ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ കേസ് ഇല്ല. അപ്പൊ 2/√2π നമുക്ക് 2 കട്ട് ചെയ്ത് കളയുമ്പോൾ √2 കട്ട് ചെയ്ത് കളയുമ്പോൾ √2π സൈൻ എസ് എക്സ് ബൈ എസ് കിട്ടും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ എസ് ബൈ എസ്, ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എസിന്റെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത്? √2π സൈൻ എസ് ബൈ എസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പാർട്ട് ചെയ്യണം. രണ്ടാമത്തെ പാർട്ട് ചെയ്യാനായിട്ട് ഇൻവേർഷൻ ഫോർമുല ഫോർ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്നു. ഇൻവേർഷൻ ഫോർമുല ഫോർ ഫൊറിയർ ട്രാൻസ്ഫോം, ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഇൻവേർഷൻ ഫോർമുല. എന്താണ് ഇൻവേർഷൻ ഫോർമുല? ഇൻവേർഷൻ ഫോർമുലയിൽ നിന്ന് നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് കാണാനുള്ള ഫോർമുല എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π അല്ലെ, 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എസ്, എഫ് എസ് ഇപ്പൊ കണ്ടുപിടിച്ച ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ഇൻറ്റു ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എസ്. ഇതാണ് ഫോർമുല. ഇൻവേർഷൻ ഫോർമുല ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π, 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എസ്. ഈ എഫ് ഓഫ് എസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് എന്താണ്? √2π സൈൻ എസ് ബൈ എസ് ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എസ്. ഇവിടെ നമ്മൾ എഫ് ഓഫ് എസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? √2π സൈൻ എസ് ബൈ എസ് ഇ റൈസ് ടു ഐ എസ് എക്സ് ഡി എക്സ്. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ √2 ക്യാൻസൽ ചെയ്യാം. √π വരുമ്പോൾ എന്ത് വരും? 1π. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിന്റെ പുറത്ത് ഇന്റഗ്രേഷന്റെ പുറത്ത് നിന്ന് വരുന്ന 1/π. ഈ √2 ക്യാൻസൽ ചെയ്തു. √π എന്ന് പറഞ്ഞാൽ 1π ആവും. അപ്പൊ 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈൻ എസ് ബൈ എസ് ഇൻറ്റു ഈ എസ് എങ്ങനെ എഴുതാം? കോസ് എസ് എക്സ് പ്ലസ് ഐ സൈൻ എസ് എക്സ് ഡി എസ്. ഇനി നമ്മൾ അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. That is f of x is equal to 1/π integral minus infinity to plus infinity sin s by s cos sx dx plus I integral minus infinity to plus infinity sin s by s sin sx dx. ഇത് രണ്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. sin s by s into cos sx into ds plus I into sin s by s sin sx ds രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാം? ഈ sin s by s into cos sx f of s എന്നുള്ളത് നമ്മൾ sin s by s cos sx എടുത്താൽ s ന് പകരം മൈനസ് s കൊടുത്താൽ എന്താ സംഭവിക്കുക? sin of minus s എന്ന് പറഞ്ഞാൽ sin s minus sin s, ഇവിടെ മൈനസ് s, ഇവിടെ cos sx എന്ന് പറഞ്ഞാൽ cos sx തന്നെയാണ്, നോ ചേഞ്ച്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് f of s. അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ കേസിൽ വരുമ്പോഴോ sin s by s എന്നുള്ളത് ചേഞ്ച് ഇല്ല, പക്ഷെ ഈ sin sx മൈനസ് ആവും, അത് മൈനസ് ആയിട്ട് മാറും. രണ്ടാമത്തെ കേസിൽ ഇത് ഈവൻ ഫംഗ്ഷൻ ആയിട്ട് മാറും. ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ കേസിൽ f of s എന്നുള്ളത് sin s by s sin sx. ഇവിടെ നമ്മൾ മൈനസ് s എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ഇല്ല, മൈനസും മൈനസും നമുക്ക് മൈനസ് സൈൻ എസ് എസ് ബൈ മൈനസ് എസ്, ഇവിടെ നമുക്ക് മൈനസ് സൈൻ എസ് എക്സ് സൈൻ. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് എഫ് ഓഫ് എസ് നടക്കുന്നത്. രണ്ടാമത്തെ കേസ് ഓഡ് ആണ്, ആദ്യത്തെ കേസ് ഈവൻ ആണ്, രണ്ടാമത്തെ കേസ് ഓഡ് ആണ്.
അപ്പോൾ രണ്ടാമത്തെ കേസ് ഓഡ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ അനുസരിച്ച് രണ്ടാമത്തെ കേസ് നമുക്ക് എന്തെഴുതാം? രണ്ടാമത്തെ കേസ് 0 എന്ന് എഴുതാം. സെക്കൻഡ് കേസ് 0 എന്ന് എഴുതാം. അപ്പൊ നമ്മള് this is equal to f of x is equal to 1 by pi integral. ഇവിടെ 2 times 0 to infinity sin s by s cos sx ds plus 0. രണ്ടാമത്തെ പാർട്ട് മൊത്തമായിട്ട് 0 ആയി. രണ്ടാമത്തെ പാർട്ട് മൊത്തമായിട്ട് 0 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ 0 to infinity sin s by s cos sx ds is equal to ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ pi by 2 f of x. pi by 2 f of x. pi by 2 f of x. ഇനി നമുക്ക് x ന്റെ വാല്യൂ x ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1 ആണ്. നമ്മൾ x ന്റെ വാല്യൂ x is equal to 0 കൊടുക്കുക. x is equal to 0 കൊടുത്താൽ 0 to infinity sin s by s. x ന് 0 കൊടുക്കുമ്പോൾ cos 0 എത്രയാണ്? cos 0 1 ആണ്. അപ്പോൾ ds is equal to pi by 2 into x 0 ആകുമ്പോൾ -1 മുതൽ +1 വരെ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് f of x ന്റെ വാല്യൂ എത്രയായിരിക്കും? 1. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ 0 to infinity sin s by s ds is equal to pi by 2. നമ്മുടെ പ്രോബ്ലത്തിലെ s ന് പകരം ഒമേഗയാണ്. അപ്പോൾ s ന് ഒരു ഒമേഗ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് 0 to infinity sin omega by omega d omega is equal to നമുക്ക് എന്ത് കിട്ടി? pi by 2 എന്ന്. 0 to infinity sin omega by omega d omega is equal to pi by 2. അപ്പോൾ രണ്ടാമത്തെ കേസ് നമ്മൾ ചെയ്യുമ്പോൾ ഇൻവേർഷൻ ഫോർമുല ഫോർ ഫോറിയർ ട്രാൻസ്ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇൻവേർഷൻ ഫോർമുല ഫോർ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? f of x is equal to 1 by root of 2 pi. 1 by root of 2 pi integral -infinity to +infinity f of s e raised to isx ds പ്ലസ് ആണ് e raised to isx ds. ഫോർമുല മാറിപ്പോകരുത്. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇൻവേർഷൻ ഫോർമുലയുടെയും ഫോർമുല തെറ്റിപ്പോകരുത്. For inversion formula formula f of x is equal to 1 by root of 2 pi integral -infinity to +infinity f of s e raised to isx ds. ഇനി നമ്മൾ എന്ത് ചെയ്യണം? f of x എന്നുള്ള വാല്യൂ നമുക്ക് കുറച്ച് മുമ്പ് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. root of 2 pi sin s by s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. e raised to isx നെ ഓയിലേഴ്സ് ഫോർമുല ഉപയോഗിച്ച് cos sx plus i sin sx. എന്നിട്ട് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് ഈവൻ ആണെന്നും മറ്റത് ഓഡ് ആണെന്നും മനസ്സിലാവും. ഒന്ന് ഈവൻ ആണെന്ന് മനസ്സിലായത് എങ്ങനെയാ? f of -s equal to f of x കിട്ടും. അപ്പോൾ അത് ഈവൻ ആണ്. f of -s equal to -f of x കിട്ടുമ്പോൾ അത് ഓഡ് ആണ്. അപ്പോൾ ഒന്ന് ഈവൻ ആണ്, ഒന്ന് ഓഡ് ആണ്. ഓഡിന്റെ കേസിൽ അത് 0 ആയി പോകും ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ഫംഗ്ഷൻ അല്ലേ? ഇന്റഗ്രൽ -a to +a f of x dx is equal to 0 when f of x is odd. 2 times 0 to f of x dx in the case of even. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ 1 by pi 2 times 0 to infinity sin sx by s cos sx dx. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 to infinity sin s by s cos sx dx equal to pi by 2 f of x എന്ന് വരും. ഇനി നമ്മൾ അതിന് x equal to 0 കൊടുക്കാം. x ന്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 മുതൽ +1 വരെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പൊ x ന് 0 കൊടുക്കുമ്പോൾ 0 to infinity sin s by s cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ sin s by s into 1 ds is equal to pi by 2 into 1 വരും. f of x ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. അപ്പൊ pi by 2 into 1 കിട്ടി. അപ്പൊ 0 to infinity sin s by s ds is equal to pi by 2 കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? sin s അല്ല ഒമേഗയാണ്. അപ്പൊ s ന് ഒരു ഒമേഗ കൊടുത്തു കഴിയുമ്പോൾ 0 to infinity sin omega by omega d omega is equal to pi by 2 എന്ന് മനസ്സിലാക്കും. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.